10 ദിവസം മുമ്പ് ഞാൻ അതിവേദനയോടുകൂടെ റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയുണ്ടായിരുന്നു. മധ്യപ്രദേശിൽ 4 ദളിത് ക്രൈസ്തവരെ നഗ്നരാക്കി നടത്തുകയും ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് അതിക്രൂരമായി അവരെ പീഡിപ്പിക്കുകയും ക്ഷേത്രത്തിൻ്റെ നടയിൽ അവരെ കൊണ്ട് കുമ്പിടിക്കുകയും ചെയ്യുന്ന വാർത്ത. ഇവിടുത്തെ ദേശീയ മാധ്യമങ്ങളോ പ്രാദേശിക മാധ്യമങ്ങളോ ഒന്നും ഒരു പ്രാധാന്യവും കൊടുക്കാത്ത ഒരു വാർത്ത. ഇന്ത്യയിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളുടെ, ഹൈന്ദവ വർഗീയതയുടെ നഗ്നമായ ദൃശ്യങ്ങളോടുകൂടെയാണ് ആ വാർത്ത ഞാൻ റിപ്പോർട്ട് ചെയ്തത്. ആ വാർത്തയ്ക്ക് എന്ത് സംഭവിച്ചു? ആ സംഭവത്തെ തുടർന്ന് പോലീസ് എന്ത് നടപടി സ്വീകരിച്ചു? നമുക്ക് പരിശോധിക്കാം. മധ്യപ്രദേശിലെ ബുർഹാൻപൂർ ജില്ലയിൽ ക്രിസ്ത്യാനികളെ നഗ്നരാക്കി നടത്തിയ സംഭവത്തിൽ വൻ പ്രതിഷേധം. സംഭവം നടന്ന് 2 ആഴ്ച കഴിഞ്ഞിട്ടും പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് ജൂലൈ 8-ന് ക്രൈസ്തവർ ജില്ലാ പോലീസ് ആസ്ഥാനത്തേക്ക് മാർച്ച് ചെയ്യുകയും SP ഓഫീസിന് മുൻപിൽ ധർണ നടത്തുകയും ചെയ്തു. മധ്യപ്രദേശിലെ തലസ്ഥാനമായ ഇൻഡോറിൽ നിന്നും 250 കിലോമീറ്റർ ദൂരെ ബുർഹാൻപൂർ ജില്ലയിലെ നേപ്പ നഗർ എന്ന കൊച്ചു ഗ്രാമത്തിൽ ജൂൺ 21 ശനിയാഴ്ച രാത്രിയാണ് 4 ദളിത് ക്രിസ്ത്യാനികൾ അതിക്രൂരമായ ആക്രമണത്തിന് ഇരയായത്. വിശ്വാസത്തിൻ്റെ പേരിൽ മനുഷ്യനെ നഗ്നനാക്കി തെരുവിലൂടെ നടത്തുകയും അതിക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. ഒടുവിൽ ഈ 4 പേരെയും കരങ്ങൾ കൂട്ടിക്കെട്ടി ഒരു ഹൈന്ദവ ക്ഷേത്രത്തിൻ്റെ മുൻപിലെ വിഗ്രഹത്തിന് മുൻപിൽ നിർബന്ധപൂർവം വണങ്ങിപ്പിക്കുകയും ചെയ്തു. അവിടെ കൂടി നിന്നിരുന്ന ജനക്കൂട്ടം ജയ് ശ്രീറാം എന്ന വിളികളോടുകൂടെ അവരെ അവഹേളിക്കുകയും നിന്ദിക്കുകയും ചെയ്തു. പോലീസ് നോക്കി നിൽക്കെയാണ് ഈ ക്രൂരതകൾ അരങ്ങേറിയത്. സംഘർഷമറിഞ്ഞെത്തിയ പോലീസും ബജ്രംഗ് ദൾ പ്രവർത്തകരോടൊപ്പം നിന്നു. ക്ഷേത്രനടയിൽ ക്രിസ്ത്യാനികളെ കൊണ്ട് കുമ്പിടിക്കുന്ന ദൃശ്യങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. അക്രമികളെ തടയാതിരുന്ന പോലീസ് മർദ്ദനമേറ്റ് മൃതപ്രായരായ ഈ 4 ക്രിസ്ത്യാനികളെയും അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. ദളിത് ഹിന്ദുക്കളെ ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ ഇവർ ശ്രമിച്ചു എന്നുള്ളതായിരുന്നു അവർക്കെതിരെയുള്ള ആരോപണം. ഈ അക്രമികൾ തന്നെ ഇവരെ പോലീസിന് കൈമാറുകയാണ് ഉണ്ടായത്. 21-ാം തീയതി പോലീസ് അറസ്റ്റ് ചെയ്ത ഇവരെ 24-ാം തീയതിയാണ് ഒരു പ്രാദേശിക കോടതിയിൽ ഹാജരാക്കുന്നത്. കോടതിയും അവരോട് കരുണ കാണിച്ചില്ല, അവരെ പോലീസ് റിമാൻഡിൽ വിട്ടു. ഈ വാർത്ത ആദ്യമായി മലയാളി സമൂഹത്തിന് മുൻപിൽ എത്തിച്ചത് ഹല്ലേലൂയ ന്യൂസ് ആയിരുന്നു. ആ വാർത്ത ചാനലിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. മർദ്ദനമേറ്റ് ജയിലിലടയ്ക്കപ്പെട്ട ദളിത് ക്രിസ്ത്യാനികളായ സായ് സിംഗ്, ഗണകാശിറാം, ബിലാസിയ ഗസ്ല എന്നിവർക്ക് 4 ദിവസത്തിന് ശേഷം ജൂൺ 28-ന് ശനിയാഴ്ച ജാമ്യം ലഭിച്ചു. ഡൽഹി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ADF എന്ന NGO ആണ് ഇവരുടെ ജാമ്യത്തിനു വേണ്ടി ഇടപെട്ടത്. ആക്രമണത്തിനിരയായ ദളിത് ക്രൈസ്തവരുടെ ഭാര്യമാർ ജില്ലാ കലക്ടർക്കും ഉന്നത ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകി. ഏകദേശം 50 പ്രതികളിൽ 12 പേരുടെ പേരുകളും അവർ പരാതിയിൽ എഴുതി നൽകി. ജില്ലാ പോലീസ് മേധാവി അവരുടെ പരാതി പരിശോധിക്കുകയും ഉചിതമായ നടപടി സ്വീകരിക്കുകയും ചെയ്യുമെന്ന് വാഗ്ദാനം ചെയ്തു. എന്നാൽ സംഭവം നടന്ന് 2 ആഴ്ച കഴിഞ്ഞിട്ടും പോലീസ് ഒരു നടപടിയും കൈക്കൊണ്ടില്ലെന്ന് മാത്രമല്ല, ആക്രമിക്കപ്പെട്ടവർക്കെതിരെയുള്ള കേസുകൾ പോലും പിൻവലിക്കുവാൻ തയ്യാറായില്ലെന്നതും ഏറ്റവും ദയനീയമായ കാര്യമാണ്. ഇതിനെ തുടർന്ന് പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചാണ് ജൂലൈ 8-ന് ക്രൈസ്തവർ ജില്ലാ പോലീസ് ആസ്ഥാനത്തേക്ക് മാർച്ച് ചെയ്യുകയും SP ഓഫീസിന് മുൻപിൽ ധർണ നടത്തുകയും ചെയ്തത്. മധ്യപ്രദേശിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ക്രൈസ്തവർ സംഘടിച്ച് ഇങ്ങനെ ഒരു ധർണ നടത്തുന്നത് എന്നതും പ്രത്യേകതയാണ്. ധർണയെ തുടർന്ന് പോലീസ് മേധാവി വീണ്ടും ക്രിസ്തീയ നേതാക്കളുമായി ചർച്ച നടത്തുകയും അടിയന്തരമായി നടപടികൾ എടുക്കാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും പോലീസിന്റെ ഭാഗത്തു നിന്ന് നീതിപൂർവമായ ഒരു നടപടികളൊന്നും അവിടുത്തെ ക്രൈസ്തവർ പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് മധ്യപ്രദേശിലെ ഒരു സ്ഥലത്തെ മാത്രം പ്രത്യേകതയല്ല. BJP ഭരണം നടത്തുന്ന മധ്യപ്രദേശ്, രാജസ്ഥാൻ, UP തുടങ്ങിയ പല സംസ്ഥാനങ്ങളിലും ക്രൈസ്തവർക്കെതിരെ, പ്രത്യേകിച്ച് ദളിത് ക്രിസ്ത്യാനികൾക്കെതിരെ അതിശക്തമായ നിന്ദാകരമായ ആക്രമണങ്ങൾ അരങ്ങേറിക്കൊണ്ടേയിരിക്കുന്നു. ഇത് അവർ തന്നെ വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചതുകൊണ്ട് പുറം ലോകം അറിഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇത്തരം നിരന്തരമായ സംഭവങ്ങളിലൂടെ ക്രൈസ്തവ സമൂഹത്തെ ഭയപ്പെടുത്തുവാനും ഇല്ലാതെയാക്കുവാനുമുള്ള ശ്രമമാണ് സംഘപരിവാരത്തിൻ്റെ ഈ തീവ്ര നിലപാടുകാർ കൈക്കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം കൂടെ ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്.
മധ്യപ്രദേശിൻ്റെ ഏതോ ഒരു കോണിൽ ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു പെന്തക്കോസ്ത് സഭയിലെ 4 വിശ്വാസികളെ അതിക്രൂരമായി മർദ്ദിക്കുകയും അവരെ നഗ്നരാക്കുകയും അമ്പലത്തിൽ കൊണ്ടുപോയി കുമ്പിടിക്കുകയും ഒക്കെ ചെയ്തിട്ടും ഇവിടുത്തെ മുഖ്യധാര സഭകളൊന്നും ഇതിനോട് കാര്യമായി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളത് ഏറ്റവും ദയനീയമായ അവസ്ഥയാണ്. ക്രൈസ്തവ സമൂഹത്തിൽ പലപ്പോഴും കത്തോലിക്ക സഭയ്ക്കെതിരെ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ വലിയ വാർത്താ പ്രാധാന്യം അതിന് ലഭിക്കാറുണ്ട്. പുരോഹിതന്മാരോ കന്യാസ്ത്രീകളോ ആക്രമിക്കപ്പെടുമ്പോൾ അതിനൊക്കെ വലിയ വാർത്താ പ്രാധാന്യത്തോടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും സംഘടിതമായ പ്രതിഷേധങ്ങൾ ഉണ്ടാകാറുമുണ്ട്. എന്നാൽ പെന്തക്കോസ്ത് സഭകളുടെ ആരാധനാലയങ്ങൾ ആക്രമിക്കപ്പെടുകയും വിശ്വാസികൾ മർദ്ദിക്കപ്പെടുകയും അറസ്റ്റ് ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിനു വേണ്ടി പ്രതികരിക്കുവാനോ അവർക്ക് വേണ്ടി കണ്ണീരൊഴുക്കുവാനോ കാര്യമായിട്ട് ആരും മുന്നോട്ട് വരുന്നില്ല എന്നുള്ളത് ഏറ്റവും ദയനീയമായൊരു കാര്യമാണ്. എന്നാൽ ഇവിടെ മധ്യപ്രദേശിൽ ഇപ്പോൾ ഉണ്ടായ ഈ സംഭവത്തിൽ അവിടെയുള്ള ക്രൈസ്തവർ ഒന്നിച്ച് സംഘടിച്ച് ഒരു ധർണ നടത്തുവാനെങ്കിലും മുന്നോട്ട് വന്നു എന്നുള്ളത് ശുഭകരമായ കാര്യമാണ്. ഭാവിയിൽ ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ പോലീസ് അടിയന്തരമായി ഇത്തരം സംഭവങ്ങളിൽ ഇടപെടുവാനൊക്കെ ഇതൊരു മുഖാന്തരമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അവിടെ പീഡിപ്പിക്കപ്പെട്ട, മർദ്ദനമേറ്റ, ജയിലിലടയ്ക്കപ്പെട്ട ആ ക്രൈസ്തവർക്ക് എത്രയും വേഗം നീതി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഭാഗം അവസാനിപ്പിക്കുന്നു. आगे आगे आ जाओ। ये हमारे भाई लोग अपने घर में बैठे हुए थे अपने परिवार के साथ। अनिल भाई, गना भाई, काशीराम और बिलासिया दादा और साई सिंह दादा ये अपने घर में बैठे हुए थे, बातचीत कर रहे थे। और इतने में शरारती लोग जो गुंडा तत्व अपने मुंह पर कपड़े बांधे हुए थे और अचानक 50 से 100 लोग घुस आए और बर्बरतापूर्वक इनको पकड़ लिया और इनको पूछने लगे कि तुम क्या कर रहे हो, तुम धर्मांतरण का काम कर रहे हो। इन्होंने बोला कि हम कोई धर्मांतरण नहीं करते हैं, हम तो हमारे घर में बैठे हुए बातचीत कर रहे हैं। परंतु इनकी एक भी बात नहीं सुनी और ये भाई लोगों से हमको जानकारी पता लगी, ये भाई बोल रहे हैं कि इनके कपड़े नहीं उतारे, इनके कपड़े खींच के उतारा गया, इनके कपड़े तन से फाड़ फाड़ कर कपड़े उतारे गए। साथियों, हमने 21 तारीख शनिवार के दिन इस घटना को बताया कि हमारे भाइयों के साथ में बहुत गलत हुआ, परंतु पुलिस प्रशासन ने आज तारीख तक न तो फोन लगाया, न तो पीड़ित से बातचीत करी, नहीं तो इनके साथ में बातचीत किया। आप देख सकते हैं ये भाई खुद ये है ना हिंदू धर्म का पालन करने वाला भाई, ये एक दिन में चोटी बड़ी नहीं हो जाती है, इसको पूरा नंगा करके मारा। ये दादा के ऊपर गले में चाकू रख दिया, इसके गले में चाकू रख दिया, राखियो कि नहीं राखियो, हेलो, और वीडियो बनाया, बोल नहीं तो अभी तेरी गर्दन काटेंगे। हेलो, ये बिलासिया नाम है इनका, बोलते तक नहीं आता सर। और इनके ऊपर आरोप लगाया जाता है कि ये महीने टू महीने सैलरी देंगे, लोगों को नौकरी लगाएंगे। इनका जीवन में इनको खाने के लिए अनाज नहीं है और एक भी बात नहीं सुनी। न तो थाना प्रभारी नेपाल नगर ने बात सुनी और नेपाल नगर की टीआई ने आपको क्या बोला, अंदर कमरे में कुणी निकली अंदर माए इसको काय कोई दूसरेगा